പത്തനംതിട്ട ചന്ദനപ്പള്ളി പെരുന്നാളിൽ വെടിക്കെട്ട് ഉപേക്ഷിച്ചു. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പള്ളികളിൽ ആഘോഷങ്ങൾ ലളിതമാക്കണമെന്ന് കത്തോലിക്ക ബാവ നിർദ്ദേശിച്ചിരുന്നു. വെടിക്കെട്ടിനായി നീക്കിവെച്ച തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ഷിജോ, മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണോ പത്തനംതിട്ട ചന്ദനപ്പള്ളി പെരുന്നാളിലെ വെടിക്കെട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതിന്റെ ആ തീരുമാനത്തിലേക്ക് എത്താനിടയായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് വിവരങ്ങൾ? ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് നിലവിൽ ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിരിക്കുന്നത്. ആഗോള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള പത്തനംതിട്ട ചന്ദനപ്പള്ളിയിലെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന പെരുന്നാളുണ്ട്. മെയ് മാസം 7-8 തീയതികളിലാണ് ചന്ദനപ്പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നത്. ഏകദേശം 1.5 ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്ന വെടിക്കെട്ട് മുൻകാലങ്ങളിൽ ഈ പള്ളിയിൽ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാലയങ്ങളിൽ ആഘോഷങ്ങൾ പരമാവധി ലളിതമാക്കണമെന്ന് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ഒരു ആഹ്വാനമുണ്ടായിരുന്നു. ആ ആഹ്വാനം പൂർണ്ണമായിട്ട് ശിരസാ വഹിച്ചുകൊണ്ട് ചന്ദനപ്പള്ളിയിലെ പെരുന്നാളിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വെടിക്കെട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇവിടുത്തെ വികാരി സുനിൽ എബ്രഹാം 24 ചേരുകയാണ്. ഏറ്റവും മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ്. ഇപ്പോൾ ബാബ തിരുമേനിയുടെ ആ ഒരു നിർദ്ദേശം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. നമ്മൾ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് അപകടം വന്നപ്പോൾ മലയാളികൾ മുഴുവൻ അതിൽ ശരിക്കും ഭയപ്പെട്ടിരിക്കുന്നൊരവസ്ഥയുണ്ട്. ആ സമയത്താണ് പരിശുദ്ധ ബാബ തിരുമനസ് ഇങ്ങനൊരു ആഹ്വാനം നൽകുന്നത്. അതിനെ ആ സ്നേഹ ചലഞ്ചിനെ ഇടവക ഒന്നടങ്കമായി ഏറ്റെടുക്കുവാൻ ഇന്നലെ കൂടിയ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിക്കുകയും ബാബ തിരുമേനിയുടെ ആഹ്വാനത്തെ സ്വീകരിച്ച് അത് മാതൃകാപരമായി ഇടവക ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തക്കതായ നിലയിലൊരു തീരുമാനമാണ് ഇന്നലെ എടുത്തത്. ഇതിനകത്ത് ഈ വെടിക്കെട്ടിന് വേണ്ടി നമ്മൾ നീക്കി വെച്ചിരുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? എന്താണ് ജീവകാരുണ്യ പ്രവർത്തികൾ? നമ്മൾ ഈ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ 13 ലക്ഷം രൂപയോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ 3 വീടുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ 3 വീടുകളുടെ താക്കോൽദാനം പരിശുദ്ധ ബാബ തിരുമനസ് 8-ാം തീയതി ഈ ദേവാലയത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അതുകൂടാതെ രോഗികളെ ചികിത്സകൾ, അതുപോലെ തന്നെ വിവാഹ സഹായങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള സഹായങ്ങൾ നടക്കുന്നുണ്ട്. ഈ പൈസ നമ്മൾ മാറ്റിവെക്കുന്നത് വരുന്ന വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന് ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ വെടിക്കെട്ടൊക്കെ എല്ലാ ആളുകൾക്കും കാണുമ്പോൾ കൗതുകവും ആകാംക്ഷയൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷേ വെടിക്കെട്ട് മാറ്റി വെച്ചാൽ നിരാശയൊന്നുമില്ലല്ലോ. നിരാശ ഉള്ളവരുണ്ടാകാം, പക്ഷേ ആ നിരാശയ്ക്ക് അപ്പുറത്താണ് ഇങ്ങനൊരു അപകടം നടന്നതിൻ്റെ പശ്ചാത്തലത്തിലായതുകൊണ്ടും അതിനേക്കാൾ അപ്പുറം ഇത് ജീവകാരുണ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നിരാശയ്ക്ക് അപ്പുറത്ത് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്. ബാബ തിരുമേനിയുടെ ആ തീരുമാനത്തെ അല്ലെങ്കിൽ നിർദ്ദേശത്തെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് ലോകത്തിന് മാതൃകയാക്കി ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പെരുന്നാളിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ വെടിക്കെട്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾ ഈ പള്ളിയുടെ ചെലവിലോ പള്ളിയുടെ കോമ്പൗണ്ടിലോ 1 രൂപ പോലും മുടക്കി ഞങ്ങൾ വെടിക്കെട്ടാണ്. ഇതുകൂടി മാതൃകയാക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നുണ്ടോ? അത് ചെയ്താൽ നല്ലതാണ്. കാരണം ബാബ തിരുമേനിയുടെ ഒരു ആഹ്വാനം കൂടി ഉള്ളത് കൊണ്ടും സഭയിലെ എല്ലാ ഇടവകളും അത് ചെയ്യുന്ന ഏറ്റവും നല്ലതെന്നുള്ള ചിന്തയുണ്ട്. അതാത് ഇടവകളിലെ തീരുമാനങ്ങൾക്കേ പറ്റത്തുള്ളൂ. കാരണം അത് ഒരു പൊതുയോഗത്തിൻ്റെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അതാത് ഇടവകൾ തീരുമാനിക്കേണ്ടതാണ്. ചെയ്താൽ നല്ലത്. അപ്പോൾ എന്തായാലും അത്രയും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് നിലവിൽ ചന്ദനപ്പള്ളി ഓർത്തഡോക്സ് പള്ളി എടുത്തിരിക്കുന്നത്. ആഗോള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. അടുത്ത മാസം 7-8 തീയതികളിലാണ് ഇവിടുത്തെ പെരുന്നാൾ. സ്വാഭാവികമായിട്ടും ഈ നാടൊന്നടങ്കം ഈ പള്ളിയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം ഈ പള്ളിയുടെ വെടിക്കെട്ട് തന്നെയാണ്. ഏതാണ്ട് 1.5 ലക്ഷം രൂപയിലധികം ചിലവ് വരുന്നൊരു വെടിക്കെട്ടാണ്. അതാണ് ഇത്തവണ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ആ തുക മാറ്റിവെക്കുന്നു. വെടിക്കെട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ മുറ പോലെ തന്നെ നടക്കും. വെടിക്കെട്ട് മറ്റുള്ളവർ കൂടി ഒഴിവാക്കാൻ തീരുമാനമെടുത്ത് അത് നല്ലതായിരിക്കും എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഈ പള്ളിയുടെ വികാരിയായിട്ടുള്ള ഫാദർ സുനിൽ എബ്രഹാം 24 പറഞ്ഞത്. എന്തായാലും ഏറ്റവും മാതൃകാപരമായുള്ള തീരുമാനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.